നമസ്കാരം. CPM പറയുന്നത് തിരഞ്ഞെടുപ്പിലുണ്ടായ തോൽവിയിൽ തെറ്റുകളൊക്കെ തിരുത്തി അതെല്ലാം ആഴത്തിൽ പഠിച്ച് ഉണ്ടായ കുറവുകളൊക്കെ നികത്തുമെന്നാണ്. മുതിർന്ന നേതാക്കളായ MV ഗോവിന്ദന്റെയും EP ജയരാജന്റെയും എന്തിന് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളിലേക്ക് അഭിപ്രായവും ഇതുതന്നെയാണ്. തെറ്റുകളിൽ നിന്നും പാഠമൊക്കെ ഉൾക്കൊണ്ട് പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് അവരുടെ വ്യാമോഹം. എന്തിന് CPI പോലും പറഞ്ഞത് മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഉണ്ടായ പരാജയത്തിന്റെ കാരണം എന്നാണ്. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും താൻ പ്രമാണിത്തരവുമാണ് എല്ലാത്തിനും ആധാരം, ഈ പരാജയത്തിനെല്ലാം ആധാരമെന്നാണ് CPI പറയുന്നത്. അതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ തോൽവിയിൽ തന്റെ രാജി ചോദിച്ച് ആരും വരേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. മോദിയെ അധികാരത്തിൽ നിന്നും മാറ്റി നിർത്തണമെന്നേ ജനം ചിന്തിച്ചിട്ടുള്ളൂ. അതിനെ ഇടതുപക്ഷ വിരോധമായി കാണേണ്ടതില്ല. 2004 AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നം കൊണ്ടാണ്. താൻ പറയുമ്പോൾ അതിന്റെ വസ്തുത മനസ്സിലാക്കുകയാണ് വേണ്ടതെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പ്രതിപക്ഷത്തോട് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കുറഞ്ഞു പോയതിൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണെന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. 2004 AK ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല, കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നങ്ങൾ കൊണ്ടാണ്. അതിനെ ഉദാഹരണമാക്കി സംസ്ഥാന സർക്കാരിന്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് തനിക്ക് പറയാനുള്ളതെന്ന് മുഖ്യമന്ത്രി പറയുന്നു. രാജ്യത്ത് BJP ഉണ്ടാക്കിയ ഭീതിജനകമായ അന്തരീക്ഷത്തിന്റെ സാഹചര്യത്തിൽ ഇനിയും ഇവിടെ ജീവിക്കാനാവുമോ എന്ന് ചിന്തിക്കേണ്ട ധാരാളം പേർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അവർക്ക് ഇടതുപക്ഷത്തോട് ഒരു വിരോധവുമില്ലെന്ന കാര്യം ആദ്യം മനസ്സിലാക്കണം. ഇടതുപക്ഷ വിരോധത്തിന്റെ ഭാഗമായി അവർ അവരുടെ നിലപാട് സ്വീകരിക്കുകയല്ല. പാർലമെന്റിലേക്ക് കോൺഗ്രസ് ജയിക്കുന്നതാണ് നല്ലതെന്ന് അവർ ചിന്തിക്കുന്നു. എന്നാൽ നിങ്ങളത് ഞങ്ങൾക്കെതിരെയുള്ള വികാരമാണെന്ന് ചിന്തിക്കുന്നു, മുഖ്യമന്ത്രി പറയുകയുണ്ടായി. തെരഞ്ഞെടുപ്പ് പ്രചരണ വേളയിൽ കേരളത്തിൽ LDFും UDFും തമ്മിലാണ് മത്സരമെന്ന വാദത്തിന് വിരുദ്ധമായാണ് മുഖ്യമന്ത്രി സഭയിൽ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് ആദ്യമായാണ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നതും. തെരഞ്ഞെടുപ്പ് വിജയത്തിൽ പ്രതിപക്ഷം അഹങ്കരിക്കേണ്ടെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. ഭരണവിരുദ്ധമായ ഒരു വികാരം കേരളത്തിലുണ്ടെന്ന് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും അത് മനസ്സിലാക്കാതെ പോയത് CPMന്റെ പരാജയം തന്നെയാണ്. ഇനി എന്ത് പഠിക്കാനാണ് ഇതിൽ കൂടുതൽ? മുൻപ് മനസ്സിലാക്കാത്ത എന്ത് കാര്യമാണ് ഇനി പഠിക്കാനുള്ളതെന്ന് മുഖ്യമന്ത്രി ആലോചിച്ചു നോക്കൂ. മാർ കുർലോസ് പിതാവിനെ പോലെയുള്ളവരെ ആക്ഷേപിച്ചപ്പോൾ ഇതിനു മുൻപും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത്തരം ആക്ഷേപങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി ഒന്ന് വിചാരിക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ ആളുകൾ കാണുന്നുണ്ടെന്നും അവരതൊക്കെ വിലയിരുത്തുന്നുണ്ടെന്നും മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരമെങ്കിലും ഉണ്ടാവേണ്ടേ? തെറ്റ് തിരുത്തും എന്ന് പറയുമ്പോൾ ആരാണ് തെറ്റ് ചെയ്തത് എന്ന് മുഖ്യമന്ത്രി ആലോചിക്കണം.